കുറിച്ചാണ് പറയുന്നത്. അങ്ങനെ വീടിന്റെ കാര്യത്തിലും കഴിഞ്ഞ ഗവൺമെന്റിന്റെ സമയത്ത് അങ്ങ് ഓർമ്മിപ്പിച്ചത് നന്നായി. കഴിഞ്ഞ ഗവൺമെന്റിന്റെ സമയത്ത് 2023 11 മാസം 4-ാം തീയതി നവംബർ 4-ാം തീയതി സർ കുടുംബശ്രീയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ എല്ലാ നഗരസഭാ സെക്രട്ടറിമാർക്കും അയച്ച ഒരു കത്ത് കൂടി വായിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. സർ PMAY നഗര പദ്ധതി പ്രകാരം നിർമ്മിക്കുന്ന വീടുകളിൽ ലോഗോ പതിപ്പിക്കുന്നത് സംബന്ധിച്ച് കേന്ദ്ര ഭവന നഗരകാര്യ മന്ത്രാലയത്തിന്റെ മാർഗരേഖ നിഷ്കർഷിക്കുന്നുണ്ട്. മാർഗരേഖയിൽ അനുശാസിക്കുന്ന രീതിയിൽ സംസ്ഥാനത്ത് PMAY നഗരം പദ്ധതി പ്രകാരം നിർമ്മിച്ച വീടുകളിൽ ലോഗോ പതിപ്പിക്കണമെന്ന് സൂചന 1 പ്രകാരം അറിയിച്ചിട്ടുണ്ട്. ആയതിന്റെ അടിസ്ഥാനത്തിൽ അനുബന്ധമായി ഉള്ളടക്കം ചെയ്തിട്ടുള്ള മാതൃകയിൽ ലോഗോ പ്രദർശിപ്പിക്കേണ്ടതാണെന്ന നിർദ്ദേശം സൂചന 2 പ്രകാരം സംസ്ഥാന സർക്കാരിൽ നിന്നും ലഭിച്ചിട്ടുണ്ട്. ആരായിരുന്നു സംസ്ഥാന സർക്കാർ? നിങ്ങളായിരുന്നു. ആരായിരുന്നു മുഖ്യമന്ത്രി? പിണറായി വിജയനായിരുന്നു. ആരായിരുന്നു തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി? MP രാജേഷ് ആയിരുന്നു. നിങ്ങൾ നൽകിയ നിർദ്ദേശം തീർന്നിട്ടില്ല സർ. പദ്ധതി ലോഗോ ഗുണഭോക്താവിന്റെ വിവരങ്ങൾ എന്നിവ പ്രദർശിപ്പിക്കുന്നുണ്ടെന്ന് നഗരസഭകൾ ഉറപ്പാക്കേണ്ടതാണ്. ഇത് സംബന്ധിച്ച് കൈക്കൊണ്ട നടപടികളെ സംബന്ധിച്ച് റിപ്പോർട്ട് 20/11/2023 മുമ്പായി ലഭ്യമാക്കേണ്ടതായിട്ടുണ്ട്. സർ, നിങ്ങളാണ് ഇതൊക്കെ നടത്തിയത്. എന്നിട്ട് ഇങ്ങനെ അയ്യോഭാവം നടിച്ചുകൊണ്ട് ഞങ്ങൾക്കിതൊന്നും ബാധകമല്ല, നിങ്ങൾ അവിടെ ഇരിക്കുന്ന അദ്ദേഹം നിന്നില്ല, അവിടെ ഇരിക്കുന്ന ആളുകളെ ഒന്ന് ചോദ്യം ചെയ്യാൻ തയ്യാറാവ്. നിങ്ങൾ വരുത്തി വെച്ചതാണ് ഇത് മുഴുവൻ. നിങ്ങളാണ് ഈ പാപഭാരം മുഴുവൻ സംസ്ഥാന സർക്കാരിന്റെ തലയിൽ വെച്ചിട്ടുള്ളത്. അത് തിരുത്താൻ ഇനിയെങ്കിലും നിങ്ങൾ തയ്യാറാകണം എന്ന് മാത്രമാണ് എനിക്ക് അതേക്കുറിച്ച് അഭ്യർത്ഥിക്കാനുള്ളത് സർ.